Hi students, welcome to lesson 3.05 in professional business skills. In this class, we'll try to understand the different types of data analysis. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ബിസിനസ് ഡേറ്റ അനാലിസിസ് എന്താണെന്ന് പഠിക്കുകയുണ്ടായി. ഇനി ഏതെല്ലാം തരത്തിലാണ് ഈ ബിസിനസ് ഡേറ്റ അനാലിസിസ് അല്ലെങ്കിൽ ഡേറ്റ അനാലിസിസ് എന്ന് പറയുന്ന പ്രവൃത്തി ഏതെല്ലാം രീതിയിലുള്ള ഡേറ്റ അനാലിസിസ് ആണ് എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഇതിൽ ആദ്യത്തേത് നമുക്ക് മനസ്സിലാക്കാം ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനാലിസിസ്. പേര് സൂചിപ്പിക്കുന്ന പോലെ ഡിസ്ക്രിപ്റ്റീവ് ഡേറ്റ അനാലിസിസ് ഒരു സിറ്റുവേഷനെ ഡിസ്ക്രൈബ് ചെയ്യും. അതായത് നമ്മൾ ഡേറ്റ അനാലിസിസ് നമുക്കറിയാം പാസ്റ്റ് ഡേറ്റ അതുപോലെ കറണ്ട് ഇയർ ഡേറ്റ. അപ്പോൾ പാസ്റ്റ് ഡേറ്റ കറണ്ട് ഡേറ്റ എടുത്ത് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നത് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ടെൽസ് us വാട്ട് ഹാസ് ഹാപ്പൻഡ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ഡാറ്റ അനാലിറ്റിക്സിൽ തന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് ഡാറ്റ അനാലിസിസ് ആണ് ഡാറ്റ അനാലിറ്റിക്സ് ആണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് പൊതുവെ ഉപയോഗിക്കുന്നത് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗിൽ, അതുപോലെ ഷെയർ ഹോൾഡേഴ്സിന് കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റബിലിറ്റി എന്തായിരുന്നു, കഴിഞ്ഞ വർഷത്തെ സെയിൽസ് എന്തായിരുന്നു, ഈ വർഷത്തെ സെയിൽസ് എത്രയാണ്, ഈ വർഷത്തെ പ്രോഫിറ്റ് എത്രയാണ്, കഴിഞ്ഞ വർഷം ഡിവിഡൻഡ് കൊടുത്തത് എത്രയാണ്, ഈ വർഷത്തെ ഡിവിഡൻഡ് കൊടുത്തത് എത്രയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കാൻ വേണ്ടി സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റും അതുപോലെ ഷെയർ ഹോൾഡേഴ്സിനെ അറിയിക്കാൻ വേണ്ടി കമ്പനികളും ഉപയോഗിക്കുന്ന ഒന്നാണ്, നോർമലി ഉപയോഗിക്കുന്ന ഒന്നാണ് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് പൊതുവേ നമ്മൾ കാണുന്നത് ഒരു സ്ഥാപനത്തിന്റെ സ്ട്രെങ്ത്സ് അല്ലെങ്കിൽ വീക്ക്നെസ്സസ് അല്ലെങ്കിൽ കൺസ്യൂമർ ബിഹേവിയർ, ഇത്തരം കാര്യങ്ങളെല്ലാം ഐഡന്റിഫൈ ചെയ്യുന്നു. സെയിൽസ് ആണെങ്കിൽ കൺസ്യൂമേഴ്സ് എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്തിരിക്കുന്നു, കൺസ്യൂമർ ബിഹേവിയർ എങ്ങനെയായിരുന്നു, അതുകൊണ്ടായിരിക്കുമല്ലോ കഴിഞ്ഞ വർഷം ഒരു പ്രത്യേക സമയത്ത് സെയിൽസ് കൂടിയത് അല്ലെങ്കിൽ സെയിൽസ് കുറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനാണ്. അതുപോലെ സ്ഥാപനത്തിന്റെ സ്ട്രെങ്ത്സ് എന്തൊക്കെയാണ്, സ്ഥാപനത്തിന്റെ വീക്ക്നെസ് എന്തൊക്കെയാണ്. ഇപ്പൊ കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ലൈനിന് നല്ല സെയിൽസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ ഒരു ഓട്ടോമൊബൈൽ മാനുഫാക്ചറർ ആണെങ്കിൽ അവരുടെ ഒരു പർട്ടിക്കുലർ വെഹിക്കിൾ മോഡലിന് നല്ല സെയിൽസ് ഉണ്ടെങ്കിൽ, മാരുതിയാണ്, മാരുതിക്ക് 10 കാറുകളോളം ഉണ്ടെന്ന് കൂട്ടുക. ഇപ്പൊ സ്വിഫ്റ്റിന്റെ സെയിൽസ് കൂടുതലാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം സ്വിഫ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡിന് ഇസ് എ വെരി സ്ട്രോങ് ബ്രാൻഡ്. അതേസമയം മാരുതിയുടെ ഈക്കോ എന്ന് പറയുന്ന ബ്രാൻഡ്, നമ്മൾ ഒന്നിക്ക് പകരം വാൻ കാറ്റഗറിയിൽ പെടുന്ന വണ്ടിയാണ് ഈക്കോ. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് ഡിമാൻഡ് ഇല്ല. അപ്പോൾ ഇറ്റ് മേ ബി കൺസിഡർ ആസ് എ വീക്ക്നെസ്. അപ്പൊ അത് ഇംപ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഒരു ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നമ്മളെ നീങ്ങാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ കൺസ്യൂമർ ബിഹേവിയർ, കൺസ്യൂമേഴ്സ് എന്തുകൊണ്ട് ചില പ്രത്യേക രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നു. ചില പ്രൊഡക്റ്റിന്റെ സെയിൽസ് വളരെ കൂടുതലാണ്, എന്തുകൊണ്ട് ചില പ്രൊഡക്റ്റിന്റെ സെയിൽസ് കുറവാണ്. അപ്പൊ ഇതിലേക്കൊക്കെ നയിക്കുന്നതിന് ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് സഹായിക്കുന്നു. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിന്റെ റിസൾട്ട് ആയിട്ട് നമുക്ക് മാർക്കറ്റിംഗ് പ്ലാനുകൾ നമുക്ക് റിവൈസ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് മോശമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസ്യൂമേഴ്സ് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിനോട് പരിഗണന കാണിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്ത് നമുക്ക് അതിനെ ഇംപ്രൂവ് ആക്കാം, എന്ത് ചെയ്ത് നമുക്ക് അതിനെ ഇംപ്രൂവ് ചെയ്യിക്കാം എന്നുള്ളത് ഒരു പോസിബിലിറ്റിയാണ്. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസിലൂടെ കഴിഞ്ഞ 4-5 വർഷത്തെ സെയിൽസ് അനാലിസിസിലൂടെ ഈ വർഷത്തെ ഇതുവരെയുള്ള പ്രോഗ്രസ് ട്രാക്ക് ചെയ്യുന്നതിലൂടെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് അത്ര സ്ട്രോങ് അല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആയിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മൾക്ക് മാർക്കറ്റിംഗ് പ്ലാനിൽ വ്യത്യാസങ്ങൾ വരുത്തി ടാർഗറ്റഡ് മാർക്കറ്റിംഗ് ഉപയോഗിച്ചോ, ഇൻസെന്റീവ്സ് കൊടുത്തോ, കൺസ്യൂമർക്ക് ചില ഫ്രീബീസ് കൊടുത്തോ, അതില്ലെങ്കിൽ ചില പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് കൺസ്യൂമർ ടേസ്റ്റിനനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വരുത്തിയോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് കൺസ്യൂമേഴ്സിന് മാത്രമായിട്ട് നമ്മളുടെ എഫേർട്ട് ഡ്രൈവ് ചെയ്ത്, ഇപ്പൊ നമുക്ക് ഓഫ് റോഡ് വെഹിക്കിൾസ് ഒക്കെ ഒരു പർട്ടിക്കുലർ ക്ലാസ് ഓഫ് കസ്റ്റമേഴ്സിന് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്താൽ മതി. എല്ലാ ആൾക്കാരും ഓഫ് റോഡ് വെഹിക്കിൾ വാങ്ങിക്കൊള്ളുന്നില്ല. അപ്പൊ ആരാണ് ഒരു പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് പ്രൊഡക്റ്റിന്റെ ബയർ എന്ന് ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കി അവർക്ക് ടാർഗറ്റ് ചെയ്ത് മാർക്കറ്റിംഗ് നടത്താൻ നമുക്ക് സഹായിക്കും. നമ്മുടെ സർവീസ് ലെവലിലെ ഇംപ്രൂവ്മെന്റ്സ്, ഇപ്പോൾ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പോൾ സർവീസ് ഒരു ഡിസാറ്റിസ്ഫാക്ഷന് കാരണമാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സെയിൽസിനെ ബാധിക്കും. അപ്പോൾ സെയിൽസിനെ ബാധിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കസ്റ്റമർ സർവീസിലെ പോരായ്മകളാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അതനുസരിച്ച് കസ്റ്റമർ സർവീസ് ഇംപ്രൂവ് ചെയ്യാം. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ അനാലിസിസ്. അതായത് എന്ത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊരു ഡിസ്ക്രിപ്ഷൻ തരിക. അപ്പൊ ആ സംഭവിച്ചിരിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. സംഭവിച്ചിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ നല്ലതിനാകാം, ചിലപ്പോൾ നമ്മുടെ ദോഷത്തിനാകാം. അപ്പൊ നല്ലതിനാണെങ്കിൽ അത് തുടർന്നുകൊണ്ട് പോകാനും ദോഷത്തിനാണെങ്കിൽ അത് പരിഹരിക്കാനും ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് നമ്മളെ സഹായിക്കുന്നു. ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് സാധാരണ ഒരു ഗ്രാഫോ ചാർട്ടുകളൊക്കെ ഉപയോഗിച്ച് വിഷ്വൽ എയ്ഡ്സ് ഒക്കെ ഉപയോഗിച്ചാണ് പ്രസന്റ് ചെയ്യുക. ഏത് അനാലിസിസും സാധാരണ അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷെ പൊതുവെ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ചാർട്ട്സ് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കും. ടോട്ടൽ സെയിൽസിൽ ഇത്ര പങ്ക് സ്വിഫ്റ്റ് ആണ്, ഇത്ര പങ്ക് വാഗണാർ ആണ്, ഇത്ര പങ്ക് ഈക്കോ ആണ്, ഏതൊക്കെ ഈ രീതിയിലൊക്കെ ഇത്ര പങ്ക് ബ്രിസ ആണ്, ഇങ്ങനെയൊക്കെ നമുക്ക് പ്രസന്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ
കഴിഞ്ഞ വർഷം നടന്നത് ഇത്രയാണ് ഓരോ കാറ്റഗറിയുടെയും സെയിൽസ്, അതിന് മുന്നത്തെ വർഷം ഇത്രയാണ്. അപ്പോൾ ഒരു പൈ ചാർട്ട് ഉപയോഗിച്ചോ ഒരു ബാർ ഡയഗ്രാം ഉപയോഗിച്ചോ ഒക്കെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഡാറ്റ ഈസി ആയിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം. അടുത്തത് ഡയഗ്നോസ്റ്റിക് ഡാറ്റ അനാലിസിസ്. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് കഴിഞ്ഞ് ഡിസ്ക്രിപ്റ്റീവ് സംഭവം എന്താണ് നടന്നത് എന്ന് നമ്മൾക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതേസമയം അതിനുശേഷം വരുന്ന ഡയഗ്നോസ്റ്റിക് അനാലിസിസിൽ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ഡിസ്ക്രിപ്റ്റീവിൽ എന്ത് സംഭവിച്ചെന്ന് മനസ്സിലാക്കി. സെയിൽസ് കൂടി, അല്ലെങ്കിൽ വാഗണാറിന്റെ സെയിൽസ് എത്രയാണ്, എത്ര ഹൈ ആയിട്ടിരിക്കുന്നു, എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നു. വൈ ഡു പീപ്പിൾ പ്രിഫർ എ പർട്ടിക്കുലർ കാറ്റഗറി ഓഫ് വെഹിക്കിൾ. ബ്രിസ എന്തുകൊണ്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നു, ബലനോ എന്തുകൊണ്ട് ആൾക്കാർ പ്രിഫർ ചെയ്യുന്നു, സ്റ്റൈലിഷ് ഡിസൈൻ എന്തുകൊണ്ട് ബലനോയുടെ സെയിൽസ് കുറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ കാണുകയാണ് 3-4 ആക്സിഡന്റ്സ് തുടർച്ചയായിട്ട് നടന്നു. ബലനോയുടെ രൂപം അത്ര നല്ലതല്ല, സേഫ്റ്റി എന്തോ പ്രശ്നമുണ്ടെന്ന് ആൾക്കാരുടെ ഇടയിൽ ഒരു പെർസെപ്ഷൻ ഉണ്ടായി കാണും. ഐ എം ജസ്റ്റ് കോട്ടിങ് ആൻ എക്സാമ്പിൾ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഹൈ കോസ്റ്റ് ഓഫ് മെയിൻ്റനൻസ്, അല്ലെങ്കിൽ പ്രോപ്പർ സർവീസ് അല്ല, അപ്പൊ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ചിന്തിച്ച് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നതിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. ഡയഗ്നോസിസ് നമുക്കറിയാം അല്ലേ, നമ്മൾ മെഡിക്കൽ ടേമാണ്. നമ്മൾ ഒരു ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ അത് നമ്മൾ രോഗം ഡയഗ്നോസ് ചെയ്യും. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പനി വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സിംറ്റം എന്ന് പറയുന്ന ടെമ്പറേച്ചറാണ്. അപ്പൊ എന്തുകൊണ്ട് നിങ്ങൾക്ക് ടെമ്പറേച്ചർ വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഫുഡ് പോയ്സണിങ് ആണോ, സ്റ്റൊമക്ക് അപ്സെറ്റ് ആണോ, അതല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ആയിരിക്കും, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മരുന്ന് കഴിച്ചതിന്റെ റിയാക്ഷൻ ആണോ, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇമ്മ്യൂണിറ്റി കുറവിന്റെ ആണോ. അപ്പൊ എന്തുകൊണ്ട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്നുള്ള അനാലിസിസിനാണ് നമ്മൾ ഡയഗ്നോസ്റ്റിക് അനാലിസിസ് എന്ന് പറയുന്നത്. അതായത് എന്തെല്ലാം സാഹചര്യങ്ങൾ, എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. മറ്റേത് ആദ്യത്തെ ഡിസ്ക്രിപ്റ്റീവ് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. ഡയഗ്നോസ്റ്റിക്കിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ് ഡീപ് ഡ്രിൽ ഡൗൺ. അതായത് നമ്മൾ പുറമേക്ക് കാണുന്ന കാര്യം മാത്രമല്ല, ആഴത്തിൽ പരിശോധിക്കുക. സെയിൽസ് കുറഞ്ഞു, എന്തുകൊണ്ട് സെയിൽസ് കുറഞ്ഞു, ഏതൊക്കെ പ്രൊഡക്ട്സിന്റെ സെയിൽസ് കുറഞ്ഞു, സെയിൽസ് കുറവുണ്ടായ മാസങ്ങളിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നാട്ടിൽ സംഭവിച്ചു. ആ മാസമാണ് ഇവിടെ കേരളത്തിൽ ഭയങ്കരമായ ഉരുൾപൊട്ടലും പ്രകൃതിക്ഷോഭം ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് പൊതുവെ ആളുകൾക്ക് വാങ്ങാനുള്ള ടെൻഡൻസി കുറഞ്ഞു, ആളുകൾ പുറത്തേക്ക് പോകാതായി. അപ്പൊ ഇങ്ങനെയുള്ള ടെക്നിക്സ് ഉപയോഗിച്ച് നമ്മൾ ഡീപ് ഡ്രിൽ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തും. കസ്റ്റമർ കടയിൽ വരുന്നതിന് മുന്നേ കസ്റ്റമർക്ക് ഹോം ഡെലിവറി ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇങ്ങനെ നമുക്കത് മാറ്റങ്ങൾ വരുത്താം. അതുപോലെ കോറിലേഷൻ, ഇങ്ങനെ സംഭവിച്ചാൽ അങ്ങനെ വരുന്നു. സ്കൂൾ തുറന്ന മാസം സെയിൽസ് കൂടി, നോട്ട് പുസ്തകത്തിന്റെ, അപ്പൊ അത് കോറിലേഷൻ ആണ്. സ്കൂൾ റീഓപ്പണിംഗ് മന്തിൽ കൂടുന്നു, അപ്പൊ അതൊരു കോറിലേഷൻ ആണ്. അപ്പൊ എന്തുകൊണ്ട് കൂടി, എന്തുകൊണ്ട് കുറഞ്ഞു, ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ സെയിൽസിൽ മാറ്റം വന്നു. ആ റിലേഷൻ, ഇതിനാണ് നമ്മൾ കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഡയഗ്നോസ്റ്റിക് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അടുത്തത് പ്രഡിക്റ്റീവ് അനാലിസിസ്. അപ്പൊ നമ്മൾ എന്ത് സംഭവിച്ചിരിക്കുന്നു, എന്തുകൊണ്ട് സംഭവിച്ചിരിക്കുന്നു, രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അടുത്തത് ഇനി ഭാവി എങ്ങനെയായിരിക്കും. ഇപ്പൊ നമ്മുടെ കയ്യിൽ ഡാറ്റയുണ്ട്, സംഭവിച്ച കാര്യങ്ങൾ ഡാറ്റ ഡിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഇവിടെ കിട്ടി. എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത്, എന്തുകൊണ്ട് ഇത്തരത്തിലെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ്റ്റിക് അനാലിസിസിലൂടെ മനസ്സിലാക്കുന്നു. അടുത്തത് നമ്മൾ പ്രഡിക്റ്റീവ് അനാലിസിസിലേക്ക് നീങ്ങാണ്. പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതുവരെ കിട്ടിയിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചുകൊണ്ട് ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും. അപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ മനസ്സിലാക്കി, കഴിഞ്ഞ വർഷം സെയിൽസ് കുറവായിരുന്നു. പൊതുവെ ഉരുൾപൊട്ടൽ, പ്രകൃതിക്ഷോഭമൊക്കെ മൂലം പൊതുവെ ആളുകളുടെ ഇടയിൽ ഒരു പുറത്തേക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതുപോലെ കട തുറക്കാനുള്ള താമസം, ഗവൺമെന്റിന്റെ ചില നിയന്ത്രണങ്ങൾ, ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം സെയിൽസ് കുറഞ്ഞത്. അപ്പോൾ അടുത്ത വർഷം എങ്ങനെയിരിക്കും, ഇതിനാണ് നമ്മൾ പ്രഡിക്റ്റീവ് അനാലിസിസ് പ്രിഡിക്റ്റ് ചെയ്യുക, പ്രവചിക്കുക അടുത്ത വർഷം എങ്ങനെയിരിക്കും. അപ്പൊ പ്രൊഡിക്റ്റീവ് അനാലിസിസിലൂടെ കഴിഞ്ഞ 3-4 വർഷത്തെ ട്രെൻഡുകൾ മനസ്സിലാക്കി സ്റ്റഡി ചെയ്താൽ നമുക്കറിയാം കഴിഞ്ഞ വർഷം നടന്ന ഇത്തരം കാര്യങ്ങൾ, ഇത്തരം സാഹചര്യങ്ങൾ നിലവിലുണ്ടെങ്കിൽ അടുത്ത വർഷം ഇന്നതുപോലെ ആയിരിക്കും. അടുത്ത വർഷവും കൊറോണയുടെ ആക്രമണം ഉണ്ടെങ്കിൽ സെയിൽസ് ഇതുപോലെ കുറവായിരിക്കും. അടുത്ത വർഷം കോവിഡിന് വാക്സിൻ വരികയാണെങ്കിൽ സെയിൽസ് വീണ്ടും അതിന് മുൻപത്തെ കാലഘട്ടത്തെ പോലെ ആയിക്കൊള്ളണമെന്നില്ല. കാരണം ജനത്തിന്റെ കയ്യിൽ പണം കുറവാണ്, ഡിസ്പോസിബിൾ ഇൻകം കുറവാണ്. ഒരു ബാങ്കിലെ ഡെപ്പോസിറ്റ്സിന്റെ അളവ് കുറയുന്നതിന്റെ ഒരു റീസൺ നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യാം. പുതിയ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്ന ആൾക്കാരുടെ താമസത്തിന് നമുക്ക് ഇങ്ങനെ അനലൈസ് ചെയ്യാം. അപ്പൊ അതിനിടയിലാണ് ഗവൺമെന്റിന്റെ ഒരു നിർബന്ധം വരുന്നത്, എല്ലാ വ്യക്തികളും അക്കൗണ്ടുകൾ തുടങ്ങണം എന്ന് ഗവൺമെന്റിന്റെ ഒരു ഓർഡർ വന്നാൽ സ്വാഭാവികമായിട്ട് അക്കൗണ്ട്സിന്റെ ഇത് കൂടും. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പ്രഡിക്ഷൻ നടത്തുക. ഏതെല്ലാം സാഹചര്യങ്ങൾ എന്ത് സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നുള്ള ഇൻഫർമേഷൻ നമുക്കുണ്ടെങ്കിൽ നാളെ എന്ത് സംഭവിക്കും, ഇത്തരം സാഹചര്യങ്ങളാണെങ്കിൽ XYZ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നാളെ ഇങ്ങനെ സംഭവിക്കും. അതേസമയം ABC ഫാക്ടേഴ്സ് ആണെങ്കിൽ മറ്റൊരു രീതിയിലാണ് സംഭവിക്കുക. ഇതിനാണ് നമ്മൾ പ്രഡിക്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രഡിക്റ്റീവ് അനാലിസിസിൽ പലവിധ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂളുകളും മാത്തമാറ്റിക്കൽ ആൽഗോറിതം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പ്രഡിക്ഷന്റെ ആക്യുറസി കൂട്ടാൻ വേണ്ടിയിട്ട്.
അത് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ്. സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്കറിയാലേ, പ്രൊഡിക്ഷന്റെ ഒരു കളിയാണ്. ഇഫ് എ കോയിൻ ഈസ് ടോസ്ഡ് 50 നമ്പർ ഓഫ് ടൈംസ്, വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ദാറ്റ് എ ഹെഡ് ഓർ ടെയിൽ വിൽ കം. വിൽ എന്ന് പറയുന്നത് ഭാവിയിലാണ്. വാട്ട് വിൽ ഹാപ്പൻ, എന്ത് സംഭവിക്കും. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രൊഡിക്റ്റീവ് അനാലിസിസിൽ പലപ്പോഴും സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിക്കും. ഇത്ര കാര്യങ്ങൾ ഇന്ന കോമ്പിനേഷനിൽ വന്നു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും. മറ്റു ചില കാര്യങ്ങൾ ഈ രീതിയിലുള്ള കോമ്പിനേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കും. ഇത് ഹൈ ലെവലിൽ നമുക്ക് ചിന്തിക്കാം അല്ലെ. ഇപ്പൊ ഒരു സംസ്ഥാനത്തിന്റെ ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന റേറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ കേരളം പോലെ ഒരു സംസ്ഥാനത്ത് ഫെർട്ടിലിറ്റി റേറ്റ് കുറവാണ്, അതായത് ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ ഇവിടെ ബേബി ഡയപ്പേഴ്സിന്റെ മാർക്കറ്റ് വലിയ ക്യാമായിട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. നമ്മൾ നോക്കുമ്പോൾ ഓരോ വർഷം ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പൊ കേരളത്തിൽ കൊണ്ടുപോയി ഭീകരമായിട്ട് സ്റ്റോക്കിസ്റ്റുകൾ അപ്പോയിന്റ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. കഴിഞ്ഞ 5 വർഷത്തെ ഡേറ്റ എടുത്ത് നോക്കുമ്പോൾ ഓരോ വർഷം ജനിക്കുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ പ്രൊഡിക്ഷൻ നടത്തി. കേരളത്തിൽ പൊതുവെ ജനസംഖ്യ കുറയുന്നതിനുള്ള ടെൻഡൻസിയാണ് പ്രൊഡിക്ഷൻ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ഇനി ഈ രീതിയിൽ ചിൽഡ്രൻസ് ഡയപ്പേഴ്സിന് വേണ്ടി ഒരുപാട് നമ്മൾ സ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നോക്കിക്കഴിഞ്ഞാൽ വാസ്തവമാണ്, നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതുപോലെയാണ് നമ്മൾ പ്രൊഡിക്റ്റീവ് അനാലിസിസ് നടത്തുക. പ്രൊഡിക്റ്റീവ് അനാലിസിസിൽ റിസ്ക് അസസ്മെന്റിന് ഉപയോഗിക്കുന്നു സെയിൽസ് ഫോർകാസ്റ്റിംഗ് ആണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ബേബി ഡയപ്പറിന്റെ എക്സാമ്പിൾ പറഞ്ഞു. റിസ്ക് അസസ്മെന്റ്, അതായത് ഒരു കസ്റ്റമറെ, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് കസ്റ്റമർ ആണെന്ന് വിചാരിച്ചോളൂ. ഈ കസ്റ്റമറുടെ പഴയകാല ചരിത്രം മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാം ഇയാളുടെ പല സ്ഥലത്തും ഇയാളുടെ സിബിൽ സ്കോർ മോശമാണ്, ക്രെഡിറ്റ് റേറ്റിംഗ് ബ്യൂറോ സ്കോർ മോശമാണ്, പല സ്ഥലങ്ങളിലും ഇയാൾക്കെതിരായിട്ട് പേയ്മെന്റ് നടത്താത്തതിന്റെ കേസുകളൊക്കെ ഉണ്ട്. എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് റീസണബിൾ ആയിട്ടൊരു അസസ്മെന്റ് നടത്താം. ഇയാൾ നമുക്ക് റിസ്ക് ആണ്, ഇയാൾ നമ്മളുടെയും ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ട് പേയ്മെന്റ് അടയ്ക്കാതെ പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിനാണ് നമ്മൾ റിസ്ക് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ ലീഡ് അസസ്മെന്റ്. ലീഡ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. ലീഡുകൾ പലതരം ഉണ്ട്. ഇപ്പോൾ ലീഡ്, നമ്മളൊരു ഉൽപ്പന്നം വാങ്ങാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സ്റ്റാറ്റസിൽ ഒരു വ്യക്തി വരുമ്പോഴാണ് അയാളെ ലീഡ് എന്ന് പറയുക. അപ്പൊ ലീഡ് എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ ബാങ്കിൽ പോകുമ്പോൾ ഒരു കസ്റ്റമർ പുതിയതായിട്ട് NRI ഒരാൾ നാട്ടിലേക്ക് വന്നു. അപ്പൊ അയാളൊരു പൊട്ടൻഷ്യൽ ലീഡാണ്, അയാളുടെ അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുണ്ട് നമ്മുടെ ബാങ്കിൽ. ഇതിനാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ പല കാര്യങ്ങളിലും, പല രംഗങ്ങളിലും, പല ബിസിനസ്സുകളിലും ലീഡ് ഉണ്ട്. നമ്മളുടെ ബിസിനസ്സിനോട് സഹകരിക്കാൻ, നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ലീഡ് ശരിക്കും ഒരു കസ്റ്റമർ ആകാൻ സാധിക്കുമോ ഇല്ലയോ? എന്താണ് ഈ ലീഡ് കസ്റ്റമർ ആകാനുള്ള പോസിബിലിറ്റി? അപ്പൊ നമ്മൾ അയാളുടെ ഡേറ്റയൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം ഇയാൾക്ക് ഓൾറെഡി 3 ബാങ്കിൽ അക്കൗണ്ട് ഉണ്ട്. ഈ ഒരു ബാങ്കിൽ കൂടി അക്കൗണ്ട് എടുക്കാൻ മാത്രമുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഇയാൾക്കുണ്ടോ? ഇയാളുടെ കഴിഞ്ഞ ഒരു വർഷത്തെ ഫിനാൻഷ്യൽ ഡെപ്പോസിറ്റ്സ് നമ്മൾ നോക്കുക. 3 ബാങ്കിലായിട്ടാണ് ഇയാൾക്ക് ഡെപ്പോസിറ്റ്സ് കിടക്കുന്നത്. ഇയാളുടെ ഇൻകം നോക്കുക. ഇതൊക്കെ പാൻ കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാം. അപ്പൊ ഇയാളുടെ ഇൻകം നോക്കുക. അപ്പൊ ഇൻകം 10 ലക്ഷം രൂപയുണ്ട്. 3 ബാങ്കിലായിട്ട് ഡെപ്പോസിറ്റ് എല്ലാ വർഷവും ഓരോ ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ട്. ഇയാൾക്ക് വരുന്ന ചെലവുകൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റ്സ് ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ചെലവ് നോക്കി കഴിഞ്ഞാൽ 1 ലക്ഷം 2 ലക്ഷം രൂപ ചെലവേ ഉള്ളൂ. പോയിട്ട് വീണ്ടും ഒരു 5 ലക്ഷം രൂപ ഇയാളുടെ കയ്യിലുണ്ട്. അപ്പൊ ഇത് നമ്മൾക്കൊരു കസ്റ്റമർ ആകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വർഷമായിട്ട് ഇയാളുടെ പാറ്റേൺ ഇതാണ് കാണുന്നത്. അപ്പൊ ഈ ലീഡ് നമ്മൾ അസസ് ചെയ്തു, നമ്മൾ പ്രെഡിക്ട് ചെയ്തു ഇയാൾ നമ്മുടെ കസ്റ്റമർ ആകാൻ സാധ്യതയുണ്ട്. ഇതാണ് നമ്മൾ പറയുന്നത് ലീഡ് അസസ്മെന്റ്. പൊതുവെ ഇത്തരം കാര്യങ്ങൾക്കാണ് പ്രൊഡിക്റ്റീവ് അനാലിസിസ് ഉപയോഗിക്കുന്നത്. ഇനി പ്രൊഡിക്റ്റീവ് അനാലിസിസിന്റെ ഒരു ഉപയോഗം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ എടുക്കുന്ന ചില പൊസിഷൻസ്, ഇപ്പോൾ ഫോർ ഇൻസ്റ്റൻസ് ഒരാൾ സ്പോർട്സ് ഭയങ്കരമായ ഡീപ്ലി ഇൻവോൾവ്മെന്റ് കാണിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ നമുക്കറിയാം, ഫേസ്ബുക്കിലായാലും വാട്സാപ്പിലായാലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇയാൾ ഭയങ്കരമായിട്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ഇൻവോൾവ് ആയിട്ടുള്ള പോസ്റ്റുകൾ നടത്തുന്നു, ഫീഡുകൾ ഷെയർ ചെയ്യുന്നു, സ്റ്റോറി പറയുന്നു, ലൈക്ക് അടിക്കുന്നു. ഇങ്ങനെ സ്പോർട്സുമായി എന്തുണ്ടായാലും ഇയാൾ വളരെ ഇൻവോൾവ് ആണ്. അപ്പൊ ഇയാളൊരു കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇയാൾ ഈ കാര്യത്തിൽ വളരെ ഇൻവോൾവ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സാധ്യതയുണ്ട്. ഇയാളൊരു പൊസിഷൻ യൂസ് ചെയ്യുന്ന ഒരു സ്പോർട്സ് ലവിങ് പേഴ്സൺ എന്നൊരു പൊസിഷനാണ് ഇയാൾ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇയാൾ സ്പോർട്സ് ഗുഡ്സ് വാങ്ങിക്കാനുള്ള സാധ്യതയുണ്ട്. പോസിബിലിറ്റി ദാറ്റ് ഹി മേ ബി എ സ്പോർട്സ് ഗുഡ്സ് കൺസ്യൂമർ, പർച്ചേസ് എ സ്പോർട്സ് ഗുഡ്സ് കൺസ്യൂമർ ആകാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു പ്രഡിക്ഷനാണ്, സാധ്യതയാണ്. അപ്പൊ ഇങ്ങനെയാണ് പ്രൊഡിക്റ്റീവ് അനാലിസിസ് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾ അയാളുടെ കംപ്ലീറ്റ് സോഷ്യൽ മീഡിയ പ്രൊഫൈൽ എടുത്ത് അരിച്ച് പെറുക്കി നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാത്തിലും കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഇയാൾക്ക് സ്പോർട്സിനോട് താല്പര്യം. ഇതിൽ നിന്ന് എന്ത് പ്രൊഡിക്ഷനിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും? ഇയാൾ സ്പോർട്സ് ഗുഡ്സ് വാങ്ങാൻ താല്പര്യമുള്ള ഒരു ആളായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പ്രൊഡിക്റ്റീവ് അനാലിസിസിലൂടെ കണ്ടുപിടിക്കുന്ന ചില കാര്യങ്ങൾ. അടുത്തത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. അപ്പൊ ആദ്യം നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് കണ്ടു, ഡയഗ്നോസ്റ്റിക് കണ്ടു, പ്രൊഡിക്റ്റീവ് കണ്ടു. അപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, കഴിഞ്ഞ 4-5 വർഷ സംഭവങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് മനസ്സിലാക്കി, എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കി, ഡയഗ്നോസിസ് ചെയ്ത് മനസ്സിലാക്കി.
പ്രൊഡിക്റ്റീവ് നാളെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. നാളെ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി നമ്മൾ അത് നമുക്ക് അനുകൂലമാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പ്രിസ്ക്രിപ്ഷൻ. നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചെന്ന് നിങ്ങളുടെ രോഗം മാറാൻ നിങ്ങൾ ഇന്ന നടപടികൾ എടുക്കണം എന്ന് എഴുതി വാങ്ങിച്ചു. ഗുളിക വാങ്ങിക്കണം, എക്സസൈസ് ചെയ്യണം, ആവി പിടിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അപ്പൊ നിങ്ങളുടെ ബെനിഫിഷ്യലായ ആക്ഷൻ എന്താണ്? രോഗം മാറുന്നു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഭാവിയിൽ നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്ത സെയിൽസ് ഗുഡ്സ് അല്ലെങ്കിൽ സ്പോർട്സ് ഗുഡ്സ് വാങ്ങിക്കുന്ന ഒരാളായി തീർന്ന് ഇയാളുടെ കയ്യിൽ നിങ്ങളുടെ ഗുഡ്സ് അടിച്ചേൽപ്പിക്കാൻ ഇപ്പോ അദിദാസിന്റെ മാർക്കറ്റിംഗ് മാനേജറായ നിങ്ങൾ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിലേക്ക് പോകുന്നു. ഫേസ്ബുക്കിലും വാട്സാപ്പിലും സ്പോർട്സുമായി ബന്ധപ്പെട്ട രീതിയിൽ വളരെ ഇൻവോൾവ്മെന്റ് കാണിക്കുന്ന വ്യക്തികൾക്ക് നേരിട്ട് ഒരു ഇമെയിൽ അയക്കുക. ഫേസ്ബുക്ക് പേജ് വിസിറ്റ് ചെയ്ത് ഈ കാര്യം വായിക്കുന്നവർക്ക് ഒരു കൂപ്പൺ കോഡിംഗ് കൊടുക്കുക. AC02 എന്ന് പറയുന്ന കോഡ് ഇവരുടെ ഓർഡറിനൊപ്പം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട്. അപ്പൊ നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യാണ്. നിങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്ത കാര്യം, ഇയാളൊരു സ്പോർട്സ് ഗുഡ്സ് ലവറാണ് അല്ലെങ്കിൽ ഇയാളൊരു സ്പോർട്സ് ലവറാണ് എന്ന് പറയുന്ന ഒരു പ്രഡിക്ഷൻ, ഇയാളുടെ ഗുഡ്സ് വാങ്ങിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പ്രഡിക്ഷൻ നടപ്പിലാക്കുന്നതിന് നിങ്ങൾ എന്ത് നടപടി എടുക്കുന്നു? വാട്ട് ആർ ദ ആക്ഷൻസ് ദാറ്റ് യു വിൽ പ്രിസ്ക്രൈബ്? അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ അനലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. സോ വാട്ട് നീഡ്സ് ടു ബി ഡൺ? എന്ത് ചെയ്യണം? നമ്മൾക്ക് ഇതിനു വരെ മുൻപ് കിട്ടിയ അനാലിസിസിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മൾക്ക് ഫേവറബിൾ ആകുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിനാണ് നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് എന്ന് പറയുന്നത്. പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് സജസ്റ്റ് വേരിയസ് കോഴ്സസ് ഓഫ് ആക്ഷൻ ലൈക്ലി ഔട്ട്കംസ്. എന്തെല്ലാം ചെയ്താൽ എന്തെല്ലാം സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ പറയുന്നത്. അപ്പൊ നമുക്ക് ഫേസ്ബുക്കിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ ഓർഡർ ചെയ്യുന്നവർക്ക് 5% ഡിസ്കൗണ്ട്. അതല്ലെങ്കിൽ നമ്മൾ സ്റ്റോറിലേക്ക് വരുന്നവർക്ക് നമ്മൾ ഇയാളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ട് നമ്മളുടെ ആഡ്സ് നമ്മൾ പുഷ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ പറയുന്നു നിങ്ങൾ ഞങ്ങളുടെ നിയറസ്റ്റ് സ്റ്റോറിലേക്ക് വരിക. അങ്ങനെ ഒരു 6 മാസം ഈ ക്യാമ്പയിൻ റൺ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ എറണാകുളം സ്റ്റോറിന്റെ ഒരു ടോട്ടൽ കൗണ്ട് നോക്കുന്നു. സ്റ്റോറിൽ ചെല്ലുമ്പോൾ സ്റ്റോറിൽ ഇരിക്കുന്ന മാനേജർ എല്ലാവരുടെയും ഇമെയിൽ ID ഫോൺ നമ്പറും കളക്ട് ചെയ്യുന്നു. അത് വെച്ച് നിങ്ങൾ നോക്കുന്നു നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്ത് ഓഫർ ചെയ്ത എത്ര പേര് വന്നിട്ടുണ്ട്. അതാണ് കോഴ്സസ് ഓഫ് ആക്ഷൻ. നിങ്ങൾ ഡിസ്കൗണ്ട് കൊടുത്തിരിക്കുന്ന കോഴ്സ് ഓഫ് ആക്ഷൻ. ലൈക്ലി ഔട്ട്കം അവർ സ്റ്റോറിലേക്ക് വിസിറ്റിന് വന്നു, അവർ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ വന്നു, സെയിൽസ് നടന്നോ ഇല്ലയോ, അത് അടുത്ത സ്റ്റേജ്. അപ്പൊ നിങ്ങൾ എടുത്ത നടപടിയുടെ റിസൾട്ട് എന്താണ് എന്ന് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് പ്രൊഡിക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് ഇത്ര പേര് ഇങ്ങനെ ഫ്രീക്വന്റ് ആയിട്ട് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ നിങ്ങൾ പരസ്യം ചെയ്താൽ, മാർക്കറ്റിംഗ് നടത്തിയാൽ ഇന്ന രീതിയിൽ കസ്റ്റമർ ടേൺ ഔട്ട് കൂടും, ഇന്ന ക്വാണ്ടിറ്റി ഓഫ് സെയിൽസ് കൂടും എന്ന് നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കുന്നു. ഇന്നത് ചെയ്താൽ ഇന്നത് സംഭവിക്കും എന്ന് സാധിക്കുന്നു. ഇന്നത് ചെയ്യുക എന്നുള്ളതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. യു ഷുഡ് ഡു ദിസ് സോ ദാറ്റ് ദിസ് വിൽ റിസൾട്ട്. അതാണ് നമ്മൾ പറയുന്ന പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് സംഭവിക്കുന്നത് എന്താണ്? മാനേജ്മെന്റ് ഒരു കാര്യം നടക്കാൻ സാധ്യതയുള്ള ഒരു ഡിസിഷനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള ഡിസിഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ബൈയിങ് ആണ് ഏറ്റവും വലിയ ഡിസിഷൻ. അപ്പൊ ബൈയിങ് ഡിസിഷനെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ള വേരിയബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കി, പ്രൈസ് ഒരു വേരിയബിൾ ആണ്, നിയർനെസ് ടു സ്റ്റോർ മറ്റൊരു വേരിയബിൾ ആണ്, ഫീച്ചേഴ്സ് ദാറ്റ് ദ കസ്റ്റമർ ലുക്സ് ഇൻ ടു എന്നുള്ളത് മറ്റൊരു ഫീച്ചറാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇത്തരം കാര്യങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, നമ്മുടെ കയ്യിൽ ഡേറ്റ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഡേറ്റ ഉണ്ട്. അപ്പോൾ ഫേസ്ബുക്കിൽ നമ്മൾ ഈ കാണുന്ന വ്യക്തി ഒരു ഫുട്ബോൾ ലവർ ആണെന്ന് മനസ്സിലാക്കി, എത്ര ഫുട്ബോൾ ലവേഴ്സ് ഇതുപോലെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി, ഫുട്ബോൾ ലവേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക സീസൺ ഓഫർ ചെയ്ത് അങ്ങനെയൊക്കെ നമുക്ക് വരുത്താൻ സാധിക്കും. അപ്പൊ ഫുട്ബോൾ ലവേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക ഡിസ്കൗണ്ട് സെഷൻ ഓഫർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക സെയിൽ ഓഫർ ചെയ്യുകയാണെങ്കിൽ, ഫുട്ബോൾ ലവേഴ്സിന് വേണ്ടി ഒരു പ്രത്യേക സെയിൽ ഫുട്ബോൾ വേൾഡ് കപ്പിനോടനുബന്ധിച്ച് നിങ്ങൾ നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് റിസൾട്ട് ഉണ്ടാകും. അപ്പൊ നമ്മൾ അവിടെ വേരിയബിൾസ് മാനിപ്പുലേറ്റ് ചെയ്യണം. ഫുട്ബോൾ ലവിങ് എന്നുള്ള ഒരു വേരിയബിൾ ആണ് നമ്മളവിടെ കാണുന്നത്. അതിനെ നമ്മൾ വേൾഡ് കപ്പായിട്ട് ലിങ്ക് ചെയ്യും. അപ്പൊ ഫുട്ബോളിനോട് ഇയാളുടെ സ്നേഹവും വേൾഡ് കപ്പ് വരുന്നു എന്നുള്ള കാര്യവും നമ്മൾ കണക്ട് ചെയ്യുന്നു, നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യണം, നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യണം, നമ്മളുടെ താല്പര്യത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇവർ നമ്മുടെ സ്റ്റോറിൽ വന്ന് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാവുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുന്നു. ഇതിനാണ് നമ്മൾ പറയുന്നത് മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ് ടു ഡിസൈഡ് അപ്പോൺ ആക്ഷൻസ് ലീഡിങ് ടു ഡിസൈഡ് ഔട്ട്കം. മാനിപ്പുലേഷൻ ഓഫ് വേരിയബിൾസ്. ഫുട്ബോളിനോടുള്ള സ്നേഹം ഒരു വേരിയബിളാണ്, വേൾഡ് കപ്പ് വരുന്നു മറ്റൊരു വേരിയബിളാണ്. ഇത് രണ്ടും നമ്മൾ കണക്ട് ചെയ്യുന്നു. വേൾഡ് കപ്പ് സീസണിൽ നമ്മളുടെ സ്റ്റോറിലേക്ക് ഫുട്ബോൾ സ്നേഹിയായ താങ്കൾ വരിക, വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2% ഡിസ്കൗണ്ട് അല്ലെങ്കിൽ 5% ഡിസ്കൗണ്ട് വാട്ടോ.
അതനുസരിച്ച് നമ്മളുടെ സെയിൽസ് കൂടുന്നു. സെയിൽസ് കൂടുക എന്നുള്ളതാണ് നമ്മളുടെ ഡിസൈർഡ് ഔട്ട്കം. ഇതാണ് നമ്മൾ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ ചെയ്യുന്നത്. നമ്മൾ പ്രിസ്ക്രൈബ് ചെയ്യാണ്, ഇന്നത് ചെയ്താൽ ഇന്നത് സംഭവിക്കുക. ആ ചെയ്യുന്ന കാര്യം ഏതാണെന്ന് തീരുമാനിച്ച് നടപ്പിലാക്കേണ്ടതിനെ കുറിച്ച് അഡ്വൈസ് കൊടുക്കുന്നതാണ് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ്. സ്വാഭാവികമായിട്ട് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസിൽ പലതരം പ്രിസ്ക്രിപ്ഷനുകൾ വരും. ഓരോ പ്രിസ്ക്രിപ്ഷനും ഓരോ സജസ്റ്റ് ചെയ്ത ആക്ഷനും എത്ര കണ്ട് നമുക്ക് ബെനിഫിഷ്യൽ ആണ് എന്നുള്ളത് നമ്മൾക്കൊരു ടെസ്റ്റിംഗ് മെക്കാനിസത്തിലൂടെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് മെക്കാനിസം. നിങ്ങൾ ഈ ക്യാമ്പയിൻ റൺ ചെയ്തു, ഈ ക്യാമ്പയിന്റെ ഫീഡ്ബാക്ക് സെയിൽസിൽ നിന്ന് വരുന്നു, ഇത്രയാണ് സെയിൽസ് ഇൻക്രീസ് ചെയ്തത്, അല്ലെങ്കിൽ സെയിൽസ് പഴയതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ സെയിൽസ് കുറഞ്ഞു. ഇതാണ് ഫീഡ്ബാക്ക് മെക്കാനിസം. നിങ്ങൾ നടപടിയെടുത്തു, നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്ത നടപടിയൊക്കെ നമ്മൾ ഭംഗിയായിട്ട് എടുത്തു, സെയിൽസ് കൂടിയില്ല, സെയിൽസ് അതുപോലെ തന്നെയാണ്. അപ്പൊ പിന്നെ അങ്ങനെ ഒരു ക്യാമ്പയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾക്ക് ഫീഡ്ബാക്ക് കിട്ടി. കണ്ടിന്യൂസ് ടെസ്റ്റിംഗ്. അപ്പൊ നമ്മൾ ക്യാമ്പയിൻ മാറ്റി പിടിച്ചു, അടുത്ത ക്യാമ്പയിൻ ഇറക്കി, വേറൊരു രീതിയിൽ ക്യാമ്പയിൻ ചെയ്തു, അതിന്റെ ഫീഡ്ബാക്ക് എടുത്തു. അങ്ങനെ നമ്മൾ പല ഓപ്ഷൻസ് ടെസ്റ്റ് ചെയ്യുന്നു. ഓരോ ടെസ്റ്റ് ചെയ്യുന്ന ഓപ്ഷന്റെയും ഫീഡ്ബാക്ക് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് എന്താണ് നമുക്ക് ഐഡിയൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് അതിന്റെ വിജയത്തിന് സ്ട്രോങ് ഫീഡ്ബാക്ക് മെക്കാനിസം, സക്സസ്ഫുൾ ആയോ ഇല്ലയോ, സ്ട്രോങ് ഫീഡ്ബാക്ക് മെക്കാനിസം, കണ്ടിന്യൂസ് ടെസ്റ്റിംഗ്, ഈ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻ അല്ലെങ്കിൽ ഇനി മറ്റൊരു ഓപ്ഷൻ, ഇത് ഇത്രയും ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഓരോ ആക്ഷനും അതിന്റെ ഇഫക്റ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കോസ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു റിസൾട്ട് ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു നടപടി എടുത്തെങ്കിൽ അതിന്റെ റിസൾട്ട് എന്താണ്, നടപടിയും റിസൾട്ടും തമ്മിലുള്ള ബന്ധം, ഇതിനാണ് നമ്മൾ പറയുക കോസ് ആൻഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ആക്ഷൻ ആൻഡ് ഔട്ട്കം. ഇത് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടണം, കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റിംഗ് നടത്തണം. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ്ബാക്കും കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റിംഗിലൂടെയും കോസ് ഇഫക്റ്റ് അല്ലെങ്കിൽ ആക്ഷൻ ഔട്ട്കം നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ നമ്മളുടെ പ്രിസ്ക്രിപ്റ്റീവ് അനാലിസിസ് സക്സസ്ഫുൾ ആവുകയുള്ളൂ. അപ്പൊ ഇതാണ് 4 രീതിയിലുള്ള അനാലിസിസ് ആണ്, ഡാറ്റ അനാലിസിസ് ആണ് നമ്മൾ പഠിച്ചത്. ആദ്യത്തേത് ഡിസ്ക്രിപ്റ്റീവ്, രണ്ടാമത്തേത് ഡയഗ്നോസ്റ്റിക്, മൂന്നാമത്തേത് പ്രിഡിക്റ്റീവ്, നാലാമത്തേത് പ്രിസ്ക്രിപ്റ്റീവ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫേസസ് അല്ലെങ്കിൽ ഡാറ്റ അനാലിസിസിന്റെ പ്രോസസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഈ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് ഡാറ്റ അനാലിസിസ് ആണ് പഠിച്ചതെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫേസസ് ഓർ പ്രോസസ് ഓഫ് ഡാറ്റ അനാലിസിസ് പഠിക്കുന്നതായിരിക്കും. Until we meet up for that, goodbye and thank you.